ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് NMMS എക്സാമിനേഷന് വേണ്ടിയിട്ട് മെൻ്റൽ എബിലിറ്റിയുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന പോർഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ നമുക്ക് അതിന് കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈസ്, RISE, റൈസ് എന്ന് പറഞ്ഞാൽ 8419 ആണ്. മീൽ എന്ന് പറഞ്ഞാൽ 5927 ആണ്. അതായത് ആറിൻ്റെ കോഡാണ് 8, ഐയുടെ 4, എസിൻ്റെ 1, ഇയുടെ 9. അങ്ങനെ തന്നെ മീലിൻ്റെ 5927 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ RAIL കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടതിലെ എല്ലാ ലെറ്റേഴ്സും നമുക്ക് തന്നിരിക്കുന്ന കോഡിങ്ങിൽ ഉണ്ടോ എന്ന് നോക്കണം. RAIL, R ഇവിടെയുണ്ട്, A ഇവിടെയുണ്ട്, L ഇവിടെയുണ്ട്, I ഇവിടെയുണ്ട്. അപ്പോൾ നോക്കി, ആറിൻ്റെ ഏതാണ്? 8, എയുടെ ഏതാണ്? 2, ഐയുടെ ഏതാണ്? 4, എല്ലിൻ്റെ ഏതാണ്? 7. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 8247 വരും നമ്മുടെ ആൻസർ. മനസ്സിലായില്ലേ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അടുത്തത് നോക്കാം. മെയിൻ എന്ന് പറഞ്ഞാൽ 9364, ഡിയർ എന്ന് പറഞ്ഞാൽ 8532. അങ്ങനെയാണെങ്കിൽ മെൻ്റ് എന്താണ്? മെൻ്റ് എന്താണെന്ന് നോക്കിക്കേ. മെയിൻ എന്ന് പറഞ്ഞാൽ 9364 ആണ്, ഡിയർ എന്ന് പറഞ്ഞാൽ 8532 ആണ്. അങ്ങനെയാണെങ്കിൽ മെൻ്റ് എന്താണ്? മെൻ്റ് എത്രയാണ്? മെൻ്റ് എന്ന് പറഞ്ഞാൽ 9548. എമ്മിൻ്റെ 9, ഇയുടെ 5, എന്നിൻ്റെ 4, ഡിയുടെ 8. അപ്പം 9548 വരും. എളുപ്പമല്ലേ? അടുത്ത നോക്കാം. ട്രൈഡ് എന്ന് പറഞ്ഞാൽ 53126, ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 73915. അങ്ങനെയാണെങ്കിൽ ബോർ എത്രയാണ്? BORE. BORE എല്ലാം അതിലില്ലേ? ബി എന്ന് പറഞ്ഞാൽ 9, O എന്ന് പറഞ്ഞാൽ 7, R എന്ന് പറഞ്ഞാൽ 3, E എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ BORE എന്താണ്? 9732 ആണ് നമ്മുടെ ആൻസർ. കിട്ടിയില്ലേ? നോക്കിക്കേ, കിട്ടിയില്ലേ? അടുത്ത നോക്കാം. ഇതൊരു വെറൈറ്റി ആണ്. ഇഫ് 1 ഈസ് കോഡഡ് ബൈ F, 2 ആണ് ഇത്, 2 by P, 3 by X, 4 by Z, 5 by B, 6 by W, 7 by L. പിന്നെന്താ കൊടുത്തിരിക്കുന്നത്? 8 by U, 9 by O. അങ്ങനെയാണെങ്കിൽ 853417 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 853417 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? 8ൻ്റെ കോഡ് ഏതാ? U, 5ൻ്റെ ഏതാ? B, പിന്നെ 3Xൻ്റെ 4Z, 1F, 7L. അപ്പോൾ എന്താ? UBXZFL ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കാം. ഇഫ് റെഡ് ഈസ് ഈക്വൽ ടു യെല്ലോ, യെല്ലോ ഈസ് ഈക്വൽ ടു ബ്ലൂ, ബ്ലൂ ഈസ് ഈക്വൽ ടു വൈറ്റ്, വൈറ്റ് ഈസ് ഈക്വൽ ടു ഗ്രീൻ, ഗ്രീൻ ഈസ് ഈക്വൽ ടു പിങ്ക്, പിങ്ക് ഈസ് ഈക്വൽ ടു പർപ്പിൾ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കളർ ഓഫ് സ്കൈ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. സ്കൈയുടെ കളർ എന്താണ്? ബ്ലൂ ആണ്. ബ്ലൂ ഈസ് ഈക്വൽ ടു വൈറ്റ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്? വൈറ്റ്. പറഞ്ഞേ, വൈറ്റ്. അടുത്തത് നോക്കാം. നോക്കിയേ, റൺ ഓ ജാം ഇസ് ഈക്വൽ ടു ഹലോ ഗോ ക്വിക്കിലി. ജാം അസ് സോ ഇസ് ഈക്വൽ ടു യു ഓൾസോ ഗോ. യം റൺ ഡാ ഇസ് ഈക്വൽ ടു ഹലോ കം ഹിയർ. അങ്ങനെയാണെങ്കിൽ ക്വിക്കിലിയുടെ എന്താണ് കൂടുന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ക്വിക്കിലി എവിടെയാണ് ഉള്ളത്? ഇവിടെയാണ് ക്വിക്കിലി ഉള്ളത്. നോക്ക്, അപ്പം ഇത് നോക്കിയേ, ഹലോ ഗോ ക്വിക്കിലി ഉണ്ട്. രണ്ടാമത്തെ നോക്ക്, യു ഓൾസോ ഗോ ഉണ്ട്. ഇതിൽ രണ്ടിലും ഒരുപോലെ ഉള്ളത് ഏതാ? ഗോ. അപ്പം ഈ രണ്ട് കോഡിൽ ഒരുപോലെ ഉള്ളത് ഏതാണ്? നോക്കിക്കേ, ജാം അല്ലേ? അപ്പം ജാം എന്ന് പറഞ്ഞാൽ ഗോയുടെ കോഡാണെന്ന് മനസ്സിലായി. അടുത്ത് നോക്ക്, ഹലോ കം ഹിയറും ഹലോ ഗോ ക്വിക്കിലിയിലും ഒരുപോലെ ഉള്ളത് ഏതാ? ഹലോ. അപ്പം ഈ ഒന്നാമത്തേലും മൂന്നാമത്തേലും ഒരുപോലെ ഉള്ളത് ഏതാ? റൺ അല്ലേ? റൺ. അപ്പം റൺ എന്ന് പറഞ്ഞാൽ ഹലോയുടെ കോഡാണ്. നമുക്ക് വേണ്ടത് ക്വിക്കിലിയുടെ കോഡാണ്. അപ്പോൾ ക്വിക്കിലിയുടെ കോഡ് എന്താ? ആദ്യത്തതിൽ ബാക്കിയുള്ളത് O ആണ് ക്വിക്കിലിയുടെ കോഡ്. അപ്പോൾ ക്വിക്കിലിയുടെ കോഡ് എന്താ? O. മനസ്സിലായില്ലേ? നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇത്രയാണ് നമ്മളിന്ന് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കി. ആദ്യം നമ്മൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ ലെറ്റർ കോഡിംഗ് ആണ് നോക്കിയത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ട് നമ്മളോടൊരു വേർഡ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ, അപ്പോൾ നമ്മൾ ആ വേർഡിന് മാച്ച് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കി അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ 8247. അടുത്തത് മെയിൻ 9364, ഡിയർ 8532, മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെൻറ്റ് എന്താണ്? 9548 ആണ് മെൻറ്റ്. അടുത്തത് ട്രൈഡ് 53126,
ഓർബിറ്റ് 73915. ബോർ എന്താണ്? 9732. അടുത്ത നോക്ക്, 1F ആണ്, 2P ആണ്, അങ്ങനെ 8 വരെ കൊടുത്തിട്ടുണ്ട്, 9 വരെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് 853417 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? UBXZFL. അടുത്ത നോക്കാം, റെഡ് ഈസ് ഈക്വൽ ടു യെല്ലോ, യെല്ലോ ഈസ് ഈക്വൽ ടു ബ്ലൂ, ബ്ലൂ ഈസ് ഈക്വൽ ടു വൈറ്റ്, അങ്ങനെ കുറച്ച് കോഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കളർ ഓഫ് സ്കൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൈയുടെ കളർ എന്താ? സ്കൈയുടെ കളർ ബ്ലൂ ആണ്. ബ്ലൂ ഈസ് ഈക്വൽ ടു വൈറ്റ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ വൈറ്റ്. അടുത്തത് നോക്കാം, റൺ ഓ ജാം, ഹലോ ഗോ ക്വിക്കിലി ആണ്. ജാം അസ് സു യു ഓൾസോ ഗോ ആണ്. റൺ റൺ ഡ ഹലോ കം ഹിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ക്വിക്കിലി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്വിക്കിലി എന്താണ്? ഓന്ന് കിട്ടി. ക്വിക്കിലി എന്താണ് നമുക്ക് കിട്ടിയത്? ഓ. അപ്പം ഇത് കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ ഇത്രയും നമ്മൾ ഈ ചെയ്ത 5 ക്വസ്റ്റ്യൻസ് കുറച്ച് വെറൈറ്റി മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്രയാണ് എക്സ്ട്രീമിറ്റി കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്ന് വരാൻ പറ്റിയ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കൂടുതൽ വേറെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതിന് മുന്നേ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ടിൽ എഴുതി ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരെ ബൈ.